ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കാൾമി ഹണസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SRT സിലബസിലെ ക്ലാസ് 9th മാത്തമാറ്റിക്സ് ആണ്. അതിലെ ചാപ്റ്റർ നമ്പർ 10th ആണ്, പോളിനോമിയൽസ്. ഫസ്റ്റ് ടോപ്പിക്ക് ആൾജിബ്ര ഓഫ് മെഷർമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്. ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ് കാണുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ്സ് 2 cm ആൻഡ് 3 cm ഈസ് എൻലാർജ്ഡ് ടു എ ലാർജർ റെക്റ്റാങ്കിൾ ബൈ ഇൻക്രീസിങ് ഈച്ച് സൈഡ് ബൈ 1 cm. സാധാരണ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. 2 cm ആണ് ഒരു ബ്രെഡ്ത്ത് പറയുന്നത്, ലെങ്ത്ത് എന്ന് പറയുന്നത് 3 cm ആണ്. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ നമുക്ക് കാണാം 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 2 × 3 + 5 3 + 2 = 2 × 5 10 എന്ന് കിട്ടും. 10 cm ആണ് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഉള്ളത്. ബൈ ഇൻക്രീസിങ് ഈച്ച് സൈഡ് ബൈ 1 cm. ഈ സെയിം റെക്റ്റാങ്കിൾ തന്നെ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 1 cm അളവിൽ കൂടിയിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ബ്രെഡ്ത്ത് 2 cm ആണെന്നുണ്ടെങ്കിൽ അത് 2 + 1 3 cm ആയിട്ട് ചേഞ്ച് ആക്കി. അതേപോലെ ലെങ്ത്ത് 3 cm ഉള്ളത് 3 + 1 4 cm ആയിട്ട് ചേഞ്ച് ആക്കി. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്ത് 2 ഉള്ളത് 3 ആയി, ലെങ്ത്ത് അല്ല, ബ്രെഡ്ത്ത് 2 ഉള്ളത് 3 ആയി, ലെങ്ത്ത് 3 ഉള്ളത് 4 ആയി. അപ്പോൾ 4 ഉം 3 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷന്. അപ്പോൾ 2 × 3 + 4 3 + 4 7 ആണ്. 2 × 7 14 cm കിട്ടി. പക്ഷേ ഇത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, നമുക്കറിയാം ഫസ്റ്റത്തെ റെക്റ്റാങ്കിളും സെക്കൻഡ് റെക്റ്റാങ്കിളും തമ്മിലുള്ള വ്യത്യാസം 1 cm ആണ് ലെങ്ത്ത് കൂടിയിട്ടുള്ളത്. ലെങ്ത്തും ബ്രെഡ്ത്തും 1 cm അളവാണ് കൂടിയിട്ടുള്ളത്. രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരു റെക്റ്റാങ്കിളിന് 4 സൈഡാണുള്ളത്. അപ്പോൾ 4 സൈഡും ഇൻക്രീസ് ആയിട്ടുള്ളത് 1 cm വെച്ചിട്ടാണ്. അപ്പോൾ 4 സൈഡിലും 1 cm എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 4 1 ഉണ്ടാവും അല്ലേ. 4 1 പറഞ്ഞാൽ 4 cm. നമ്മുടെ മുന്നത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം 10 cm ആണെന്നുള്ളത്. അപ്പോൾ 10 കൂടി ഈ ഒരു ഇൻക്രീസ് ആയിട്ടുള്ള ഓരോ സൈഡ് കൂടി ഓരോ സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അത് കൂട്ടുക. അപ്പോൾ 10ഉം 4ഉം കൂട്ടിയാൽ 14 cm എന്ന് കിട്ടി. ഇനി ടെക്സ്റ്റിൽ പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി ന്യൂ റെക്റ്റാങ്കിൾ. ന്യൂ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണെന്നുള്ളതാണ്. ദ ലെങ്ത് ഓഫ് ദി, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ആർ 3 cm or 4 cm. അത് രണ്ടുള്ളത് 1 cm ഇൻക്രീസ് ആയപ്പോൾ 3ഉം 4ഉം 8 മാറിയിട്ടുണ്ട്. സോ ദാറ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 2 × 4 + 3 = 14 cm. നമുക്കിത് വേറൊരു തരത്തിൽ തിങ്ക് ചെയ്യാം. വി ക്യാൻ തിങ്ക് അബൌട്ട് ദിസ് ഇൻ അനദർ വേ. അതായത് ദ പെരിമീറ്റർ ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ, ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 10 cm ആണ്. 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ 2 × 3 + 2 ചെയ്യുമ്പോൾ 10 cm കിട്ടി. ഈച്ച് സൈഡ് ഇൻക്രീസസ് ബൈ 1 cm. അത് 1 cm ആയിട്ടാണ് കൂടുന്നത് ഓരോ സൈഡുകളും. അതിൻ്റെ അർത്ഥം എന്താണ്, അതിന് ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ 4 സൈഡുകളാണ് ടോട്ടലുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് അത് 4 cm ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. 4 സൈഡും കൊണ്ട് 1 cm കൂട്ടിയിട്ട് 4 cm ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ദ പെരിമീറ്റർ ഓഫ് ന്യൂ റെക്റ്റാങ്കിൾ. അപ്പോൾ പുതിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മുന്നത്തിൻ്റെ 10ഉം പിന്നെ അധികമായിട്ടുള്ള 4ഉം, അപ്പോൾ 10ഉം 4ഉം കൂട്ടിയ 14 cm കിട്ടി. വാട്ട് ഇഫ് ദ സൈഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ബൈ 2 cm. ഇനി അത് 2 cm ആയിട്ടാണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ്. അതായത് നമുക്കറിയാം ബൈ യൂസിങ് സെക്കൻഡ് മെത്തേഡ്, അത് രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ദെൻ ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ ലെങ്ത്ത്. അതായത് ഓരോ സൈഡും 2 cm ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന് 4 സൈഡാണ് ഉള്ളത്. അപ്പോൾ 4 തവണ ഗുണിക്കുക, 4 ടൈംസ് 2 ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ടാവുമല്ലോ, അധികമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 4 × 2 എന്ന് പറഞ്ഞാൽ 4 × 2 ആണ്. അത് 8 cm ആണ്. സോ ദാറ്റ് ദ ന്യൂ പെരിമീറ്റർ. അപ്പോൾ പുതിയ പെരിമീറ്റർ എന്താവും, മുന്നത്തത് 10 ആണ്, പിന്നെ അതിൻ്റെ ഓരോ സൈഡും ഇൻക്രീസ് ആയത് 2 എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ്, 2 cm ആയിട്ടാണ്. അപ്പോൾ റെക്റ്റാങ്കിളിന് 4 സൈഡുകളുണ്ട്. ഓരോ സൈഡും 2 cm ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ 2 4 6 8 4 സൈഡല്ലേ, 2 × 4 8. അപ്പോൾ 10ഉം 8ഉം കൂട്ടിയാൽ 18 cm കിട്ടി. ദിസ് മേക്സ് ദ കമ്പ്യൂട്ടേഷൻ ഈസിയർ. അപ്പോൾ ഇതെന്താണ്, നിങ്ങൾക്ക് കണക്കൂട്ടാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. If the extension is 2.5 cm, then the new perimeter. ഇനിയിപ്പോൾ അത് 2.5 cm ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻ ഓരോ സൈഡ്സിലും വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ പെരിമീറ്റർ എന്തായിരിക്കും എന്ന്
മുന്നത്തത് 10 സെൻറ്റിമീറ്റർ ആണുള്ളത്. പിന്നെ ഓരോ സൈഡും 2.5 സെൻറ്റിമീറ്റർ ആയിട്ട് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ 2.5 റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡാണ്. അപ്പോൾ 2.5 4 തവണ ഗുണിക്കുമ്പോൾ 10 കിട്ടും. 10 10 20. അപ്പോൾ 20 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇൻ ജനറൽ വട്ട് എവർ ബി ദി എക്സ്റ്റൻഷൻ ഓഫ് ഈച്ച് സൈഡ്, ഓരോ സൈഡിൻ്റെയും എക്സ്റ്റൻഷൻ എന്തോ ആയിക്കോട്ടെ, 4 times ദാറ്റ് ആഡഡ് ടു 10 ഗിവ്സ്. അതിൻ്റെ ഒരു റെക്റ്റാങ്കിളിന് 4 സൈഡാണുള്ളത്. അപ്പോൾ അത് 4 ടൈംസ് ആഡ് ചെയ്യുക ടു 10 ഗിവ്സ് ദ ന്യൂ പെരിമീറ്റർ. ഒരു നമ്പറും വെച്ചിട്ട്, ഒരു എക്സ് എന്നുള്ള ഒരു അൺനോൺ നമ്പർ വെച്ചിട്ട് 4 ടൈംസ് ആഡ് ചെയ്യുക. പ്ലസ് മുന്നത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണോ അതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കിട്ടും. ലെറ്റ്സ് റൈറ്റ് ദീസ് യൂസിങ് ആൾജിബ്ര. അത് ആൾജിബ്ര വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഡിനോട്ട് ദി എക്സ്റ്റൻഷൻ ഓഫ് ഈച്ച് സൈഡ്. അതിൻ്റെ ഓരോ സൈഡ് എക്സ് എന്നുള്ള രീതിക്കാണ്, എക്സ് സെൻറ്റിമീറ്റർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ന്യൂ പെരിമീറ്റർ, പുതിയ പെരിമീറ്ററിനെ പി ആയിട്ട് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പി എന്ന് പറയുന്നത് 4 times എക്സ് ആണ് അല്ലേ. അപ്പോൾ 4 × x + 10, പി = 4x + 10 കിട്ടി. നോ വി ക്യാൻ ക്വിക്ക്ലി കമ്പ്യൂട്ട് ദ പെരിമീറ്റേഴ്സ് ഫോർ വാരിയസ് എക്സ്റ്റൻഷൻസ്. ഇനി അത് നമുക്ക് വേരിയസ് എക്സ്റ്റൻഷൻസ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. അതായത് അത് 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വേരിയസ് പാരാമീറ്റർ വെച്ചിട്ടാണ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത് എന്നുള്ളത്. 3 സെൻറ്റിമീറ്റർ ആണ് ദെൻ ദ ന്യൂ പെരിമീറ്റർ. അപ്പോൾ ന്യൂ പെരിമീറ്റർ അപ്പോൾ എക്സ് എന്നുള്ളത്, അതായത് ആ ഒരു ലെങ്ത്തിൽ നിന്ന് ചേഞ്ച് ആയിട്ടുള്ള ലെങ്ത്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ, എക്സ് 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ട് ഇക്വേഷൻ അറിയാം 4x + 10 ആണ്. എക്സിന് 3 കൊടുക്കുമ്പോൾ 4 × 3 എന്ന് പറയുന്നത് 12 + 10 22 ആയി, 22 സെൻറ്റിമീറ്റർ. ഇനി എക്സ്റ്റൻഷൻ 3/2 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 3/2 ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് 3/2 × 4. അപ്പോൾ നമുക്ക് കിട്ടിയത് 12 ആണ്. 12 അല്ല 14 കിട്ടി. 14 + 10 24 സെൻറ്റിമീറ്റർ. ഇനി 3/4 ആകുമ്പോൾ 3/4 × 4 + 10. അപ്പോൾ പി നമുക്ക് കിട്ടുന്നത് 25 സെൻറ്റിമീറ്റർ കിട്ടി. അതായത് പി എന്നുള്ളതിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 4x + 10. അത് നമ്മൾ ഒരു ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും മറ്റേ ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററാണ് ബേസിക് ആയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ബൈ യൂസിങ് ആൾജിബ്ര ദീസ് ക്യാൻ ബി ഷോർട്ടൻഡ്. നമുക്ക് ആൾജിബ്ര വെച്ചിട്ട് ഇതിങ്ങനെ ഷോർട്ട് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു വാല്യൂ 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഇൻക്രിമെൻറ്റ് വന്നതെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ 22 സെൻറ്റിമീറ്റർ ആണ്. ഇനി മുന്നത്തെ റെക്റ്റാങ്കിൾ ആട്ടോ, റെക്റ്റാങ്കിൾ 2 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററും ആകുമ്പോഴുള്ളതാണ്. ഇനി ഈ എക്സ് എക്സ്റ്റൻഷന് 3 1/2 ആകുമ്പോൾ പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആവും. എക്സ്റ്റൻഷൻ 3/4 ആകുമ്പോൾ പെരിമീറ്റർ 25 സെൻറ്റിമീറ്റർ ആവും. ദർ ഈസ് എ വേ ടു ഷോർട്ടൺ ദീസ് സ്റ്റിൽ ഫർദർ. ഇനി ഒന്നുകൂടി നമുക്ക് ഷോർട്ടൺ ചെയ്യാം. പി 3 എക്സ്റ്റൻഷൻ ആകുമ്പോൾ 22, പി ഓഫ് 3 1/2 ആകുമ്പോൾ 24, പി ഓഫ് 3 3/4 ആകുമ്പോൾ 25 ആയിട്ട്. In general, we can write p of x = 4x + 10. Let's look at this notation once again. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് we write our computation in ordinary language. വേറെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ, if the sides of a rectangle of side 2 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അത് എക്സ്റ്റെൻഡഡ് ബൈ സെയിം ലെങ്ത് ടു മേക്ക് എ ലാർജർ റെക്ടാങ്കിൾ. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ റെക്ടാങ്കിൾ മേക്ക് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ദെൻ ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്ടാങ്കിൾ ഈസ് 10. പെരിമീറ്റർ മുന്നത്തിൻ്റെ 10 ആണ്. ഈസ് ആഡഡ് ടു 4 times ദ എക്സ്റ്റൻഷൻ. അപ്പോൾ എങ്ങനെയാണ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ, നമുക്ക് 2ഉം 3ഉം ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും എങ്കിൽ അത് 10 ആണ് പെരിമീറ്റർ ഓൾറെഡി. 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതിൽ കൂടെ 4 times എന്താ എക്സ്റ്റൻഷൻ എത്രയാണോ വരുന്നത് അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ സൈഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ബൈ 1/2 സെൻറ്റിമീറ്റർ ദെൻ ദ പെരിമീറ്റർ ബിക്കം 1/2 എന്നുള്ളതായിട്ടാണ് സൈഡ് ഇൻക്രിമെൻ്റ് വന്നത്, ഇൻക്രീസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 4 times 1/2 + 10 ആണ്. അതായത് 6 + 10 16 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വി റൈറ്റ് ദിസ് ഇൻ ഷോർട്ട് ആൻഡ് യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര വെച്ചിട്ട് എങ്ങനെ ഷോർട്ട് ആൻഡ് ചെയ്യുക? ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഉള്ള റെക്ടാങ്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് x സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഒരു ലാർജർ റെക്ടാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ലാർജർ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ p ആണ്, p സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ p = 4x + 10 ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് x = 1/2 ദെൻ p = 4 1/2 10, p = 6 + 10 16 സെൻറ്റിമീറ്റർ. ഇൻ ദിസ് p ചേഞ്ചസ്, ഇവിടെ p നമുക്ക് 16 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ p ചേഞ്ച് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ എക്സ്റ്റൻഷൻ അനുസരിച്ച് പെരിമീറ്ററിലും വ്യത്യാസം വരും. ടു മേക്ക് ദിസ് ഡിപ്പെൻഡൻസ് ക്ലിയർ, ഈ ഒരു ഡിപ്പെൻഡൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വി റൈറ്റ് p of x ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് p. പിക്ക് ബദൽ p of x. അതായത്
എക്സ്റ്റൻഷന് മാറുമ്പോൾ പെരിമീറ്റർ എന്താണ് ആവുന്നത് എന്നാണ് പി ഓഫ് എക്സ്. പെരിമീറ്റർ എന്നുള്ളവർക്ക് എക്സ്റ്റൻഷനിൽ മാറ്റം വരുമ്പോൾ പെരിമീറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതാണ് പി ഓഫ് എക്സ്. ദെൻ വി ക്യാൻ ചേഞ്ച് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്: ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 2 cm and 3 cm are all extended by x cm to make a larger rectangle and the perimeter of the larger rectangle is പി ഓഫ് എക്സ് സെൻറ്റിമീറ്റർ. അതായത് ലെങ്ത്ത് 2 cm 3 cm ലെങ്ത്തും ബ്രെഡ്ത്തുമായിട്ടുള്ള ഒരു റെക്ടാങ്കിളിൻ്റെ എക്സ്റ്റൻഷൻ x സെൻറ്റിമീറ്റർ ആയിട്ട് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ നമുക്ക് ലാർജർ റെക്ടാങ്കിൾ മേക്ക് ചെയ്യാൻ, പെരിമീറ്റർ ഓഫ് എ ലാർജർ റെക്ടാങ്കിൾ കാണാൻ പി ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x + 10 ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് പി ഓഫ് എക്സ്റ്റൻഷൻ 1/2 ആകുമ്പോൾ പി ഓഫ് 1/2 = 16 cm ആസ് അനദർ എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിളാണ്. ലെറ്റ് സി ഹൗ ദ ഏരിയ ചേഞ്ചസ് ഇൻ ദ സെയിം സെറ്റ്. ഇപ്പോൾ നമ്മൾ പെരിമീറ്റർ പഠിച്ചു. ഇനി അത് ഏരിയക്കാണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. സെയിം ഇൻസ്റ്റെഡ് ഓഫ് കമ്പ്യൂട്ടിങ് ഏരിയ ഫോർ വാരിയസ് സെൻസേഷൻ ആസ് ബിഫോർ. നമ്മൾ മുന്നേ കമ്പ്യൂട്ട് ചെയ്യുന്ന ഓരോ സെറ്റപ്പിനും മതിൽക്ക് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഏരിയാസ് ആയിട്ടാണ്. പെരിമീറ്ററിന് മതിൽക്ക് ഏരിയാസ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷന് മുന്നത്തെയും ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയായിരിക്കും. ലെറ്റ്സ് മൂവ് സ്ട്രേറ്റ് ടു ആൾജിബ്ര. നമ്മൾ ആൾജിബ്ര വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. ടേക്കിംഗ് ദ എക്സ്റ്റൻഷൻ ഓഫ് സൈഡ്സ് ആസ് എക്സ് സെൻറ്റിമീറ്റർ. നമുക്ക് എക്സ്റ്റൻഷൻ എത്രയാണെന്ന് അറിയില്ല, എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മളെ സെയിം റെക്റ്റാങ്കിളാണ്. 2 cm ബ്രെഡ്ത്തും 3 cm ലെങ്ത്തും ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. എക്സ്റ്റൻഷന് അൺനോൺ ആണ്. എക്സ് സെൻറ്റിമീറ്റർ എക്സ്റ്റൻഷന് ലെങ്ത്തും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ബ്രെഡ്ത്തും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഏരിയ എങ്ങനെയായിട്ട് വരിക? ലെങ്ത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ അത് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് 2ഉം 3ഉം ലെങ്ത്തും ബ്രെഡ്ത്തും ആകുമ്പോൾ 2 × 3 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ എക്സ് സെൻറ്റിമീറ്ററും ലെങ്ത്ത് 3 ആകുമ്പോൾ 3x സ്ക്വയർ സെൻറ്റിമീറ്റർ. പിന്നെ എക്സും ആകുമ്പോൾ എക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ. പിന്നെ 2 × x 2x സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെ 4 പാർട്ടീഷനാക്കുക. ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2x-ഉം 3x-ഉം കിട്ടുമ്പോൾ 5x. x സ്ക്വയർ + 5x + 6 എന്ന് കിട്ടും ഇവിടുന്ന് തന്നെ. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രം ദ പിക്ചർ എബോവ് വി ക്യാൻ സീ ദ ന്യൂ ഏരിയ. നമുക്ക് കാണാൻ 6 + 2x + 3x + x സ്ക്വയർ = 6 + 5x + x സ്ക്വയർ. വി ക്യാൻ ഡു ദിസ് യൂസിങ് ഓൺലി ആൾജിബ്ര വിത്തൗട്ട് എനി പിക്ചേഴ്സ്. അത് നമ്മൾ ഈ ഒരു പിക്ചർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ആൾജിബ്ര ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ പുതിയ നമ്മൾ റെക്റ്റാങ്കിൾ ഫോം ചെയ്തല്ലോ, അതിൽ എക്സ്റ്റൻഷൻ വന്ന ലെങ്ത്ത് എന്താണ്? 3 കൂടി x ആണ് ആഡ് ആയത്. അതേപോലെ ബ്രെഡ്ത്തിൽ കൂടി 2 കൂടി x ആണ് ആഡ് ആയത്. അപ്പോൾ അത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണല്ലോ ഏരിയ. അപ്പോൾ 3 + x × 2 + x ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിം ആ ഒരു ഉത്തരം കിട്ടും. 6 + 3x + 2x + x സ്ക്വയർ. അതായത് 6 + 5x + x സ്ക്വയർ എന്ന് കിട്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇൻ ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ വി യൂഷ്വലി റീഡ് ദ ലെറ്റേഴ്സ് ഫസ്റ്റ്. അത് ആൾജിബ്രൈക്ക് എക്സ്പ്രഷനിലാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് x സ്ക്വയർ അങ്ങനെ തുടങ്ങേണ്ടത്. സോ ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ആദ്യം x ലെറ്റേഴ്സാണ് ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ x + 3 × x + 2 എന്ന് എഴുതുക. അപ്പോൾ x സ്ക്വയർ + 5x + 6 എന്ന് കിട്ടും. ആസ് ഇൻ ദി കേസ് ഓഫ് പെരിമീറ്റർ പ്രോബ്ലം, പെരിമീറ്ററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഏരിയ ഗോട്ട് ബൈ എക്സ്റ്റെൻഡിങ് ഈച്ച് സൈഡ്, അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഓരോ സൈഡ് x സെൻറ്റിമീറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ a of x. ഏരിയ ഇൻറ്റു a of x. എക്സ്റ്റെൻഡ് ചെയ്തത് x ആണ്, സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വി ഹാവ് നമുക്കറിയാം a of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ + 5x + 6. അതായത് പെരിമീറ്ററിൽ എക്സ്റ്റൻഷന് p of x നമ്മൾ എഴുതിയല്ലോ, അതേ സെയിം മെത്തേഡിൽ ഏരിയ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏരിയ എക്സ്റ്റൻഷന് a of x. അങ്ങനെ എക്സ്റ്റൻഷനിൽ മാറ്റം വരുമ്പോഴുള്ള ഏരിയ എന്ന് പറയുന്നത് x സ്ക്വയർ + 5x + 6 ആണ്. യൂസിങ് ദീസ് വി ക്യാൻ കമ്പ്യൂട്ട്. അപ്പോൾ ഈ ഒരു ആൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഓരോ എക്സ്റ്റൻഷന് മാറ്റം വരുന്നതിനനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യാം. എക്സ്റ്റൻഷന് 1 ആകുമ്പോൾ a of 1 ആകുമ്പോൾ 1 സ്ക്വയർ + x അതിലേക്ക് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ഇനി എക്സ്റ്റൻഷന് 1/2 ആകുമ്പോൾ 15 3/4 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. a of 2 ആകുമ്പോൾ 2 സ്ക്വയർ + 5 of 2 × 6 അതായത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ഓർഡിനറി ലാംഗ്വേജ് ലൈക്ക് ദിസ്. ഇത് നമുക്ക് ഓർഡിനറി ലാംഗ്വേജ് ആയിട്ട് ഇഫ് ദ എക്സ്റ്റൻഷൻ 1 cm ദെൻ ന്യൂ ഏരിയ 1 cm ആകുമ്പോൾ ന്യൂ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 1/2 ആകുമ്പോൾ ന്യൂ ഏരിയ 15 3/4 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ 2 cm ആകുമ്പോൾ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ആസ് അനദർ എക്സാമ്പിൾ ലെറ്റ് സി ഹൗ ദ വോളിയം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ കഴിഞ്ഞു. ഇനി വോളിയത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നോക്കുന്നത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ബ്ലോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് 3 എഡ്ജസ് ആണുള്ളത്. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളത്. അത് വെൻ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ടു എ ലാർജർ ബ്ലോക്ക്. അത് ലാർജർ ബ്ലോക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ബൈ എക്സ്റ്റെൻഡിങ് ആൾ ദ എഡ്ജസ് ഇൻ ടു 1
ഇൻറ്റു എക്സ് സെൻറ്റിമീറ്റർ. എക്സ് സെൻറ്റിമീറ്റർ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യണത്. എക്സ് അല്ല 1 സെൻറ്റിമീറ്റർ. അതായത് നമ്മുടെ ലാർജർ ബ്ലോക്ക് ബൈ എക്സ്റ്റെൻഡിങ് ആൾ ദ എഡ്ജസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ എക്സ്റ്റൻഷൻ ഈസ് ഡിനോട്ടഡ് ആസ് എക്സ് സെൻറ്റിമീറ്റർ. എക്സ്റ്റൻഷന് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ എഡ്ജസിലും എക്സ് ആയിട്ട് ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്. ദെൻ ദ വോളിയം ഓഫ് ലാർജർ ബ്ലോക്ക്, സ്മാളർ ബ്ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ബ്ലോക്കിൻ്റെ വോളിയം എന്തായിട്ട് മാറും? സ്മാളർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് 3 മൾട്ടിപ്ലൈ ചെയ്യുക. എഡ്ജസ് 3 എഡ്ജസും കൂടി ഗുണിച്ചാൽ അതിൻ്റെ വോളിയം കിട്ടും. 1 × 2 × 3 ആണ്. ലാർജർ ആകുമ്പോൾ എക്സ്റ്റൻഷനും കൂടി വരും. എക്സ്റ്റൻഷൻ എക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ക്യൂബിക് സെൻറ്റിമീറ്റർ. വോളിയം ക്യൂബിക്കിലാണ് ഡിനോട്ട് ചെയ്യുക. ടു കമ്പ്യൂട്ട് ദിസ് പ്രൊഡക്റ്റ് വി ഫസ്റ്റ് ഫൈൻഡ് ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ 2 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്നുള്ള 2 എടുത്തു. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നത്തെ ഏരിയ പോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് കിട്ടി. ആസ് ഇൻ ഏർലിയർ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ദിസ് മസ്റ്റ് മൾട്ടിപ്ലൈ ബൈ, അത് വീണ്ടും എക്സ് പ്ലസ് 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ്ടല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ ദാറ്റ് വി മസ്റ്റ് മൾട്ടിപ്ലൈ ഈച്ച് നമ്പർ ഇൻ ദ ഫസ്റ്റ് സം ബൈ ഈച്ച് നമ്പർ ഇൻ ദ സെക്കൻഡ് സം. ഇത് എന്താണ്? എക്സും ഉണ്ട് 1ഉം ഉണ്ട് അല്ലേ? ഈ ഒരു ടേം എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം എക്സ് കൊണ്ട് ആ ഒരു സെക്കൻഡ് ടേം മുഴുവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ടേം 1 കൊണ്ടും എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഓരോ ടേംസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അപ്പോൾ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 6x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നുള്ളത്. ഇതൊക്കെ പാടെ എക്സ് ക്യൂബിൻ്റെ ടേം ഒന്നാണുള്ളത്. അപ്പോൾ എക്സ് ക്യൂബ് അതേപോലെ 5x സ്ക്വയറും ഉണ്ട് 5x സ്ക്വയറും ഉണ്ട്, ഒരു എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ അപ്പോൾ 6x സ്ക്വയർ 5x സ്ക്വയറും 1x സ്ക്വയറും കൂട്ടി 6x സ്ക്വയർ കിട്ടും. പിന്നെ 5xും പിന്നെ ഉള്ളത് 6xും 5xും ആണ്. അപ്പോൾ 11x കിട്ടും. പിന്നെ ബാക്കിയുള്ളത് 6 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 6 എന്ന് എഴുതും. വി റീഡ് ദിസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് എഡ്ജസ് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ ആർ ആൾ എക്സ്റ്റെൻഡഡ് ബൈ x സെൻറ്റിമീറ്റർ ടു മേക്ക് എ ലാർജർ റെക്ടാങ്കുലർ ബ്ലോക്ക് ആൻഡ് ദ വോളിയം ഓഫ് ദ ലാർജർ ബ്ലോക്ക് ഈസ് ഇൻ x ക്യൂബിക് സെൻറ്റിമീറ്റർ. വി ഓഫ് എക്സ് ക്യൂബിക് സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ പെരിമീറ്റർ ആകുമ്പോൾ പി ഓഫ് എക്സ് ആയി, ഏരിയ ആയപ്പോൾ എ ഓഫ് എക്സ് ആയി. ഇതിൽ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യുന്നത് എക്സ് അല്ലേ? അപ്പോൾ വോളിയത്തിന് ക്യൂബിക് ബ്ലോക്കിലാവുമ്പോൾ വി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വി ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ ഉത്തരം എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 6 എന്ന് കിട്ടും. എക്സ് ക്യൂബാണ് കേട്ടോ, അവിടെ എറർ ഉണ്ട്, എക്സ് സ്ക്വയർ അല്ല, എക്സ് വോളിയമിലാണ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 6. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ളത് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.